രോഗത്തിന് ജാതിയും മതവും ഒന്നുമില്ലല്ലോ. ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ സ്ഥാപനങ്ങൾ വരികയും ഒപ്പം തന്നെ ഇനി കൂടുതൽ ആളുകൾ ഡയാലിസിസിലേക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ പ്രവർത്തനം നമ്മളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഏറ്റവും പ്രധാനം, പലരും ഡയബറ്റിക് ആയി കഴിഞ്ഞാൽ മരുന്നെടുക്കൂല, അവസാനമൊക്കെ ഇൻസുലിനൊക്കെ അധികം എടുക്കും. പക്ഷെ അതിന്റെ ഇടക്ക് പലരും കരുതുക ഇതൊന്നും പ്രശ്നമല്ല, ഷുഗർ ഒന്നും ഒരു കുഴപ്പമില്ല, അതിനൊക്കെ ഞാൻ മാനേജ് ചെയ്ത് പോകും. പിന്നെ കണ്ണോ കിഡ്നിയോ അടിച്ചു പോകുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക. കെയർ ഫോർ ഓൾ, എല്ലാവർക്കും വളരെ മികച്ച ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുക. ഈ മികച്ചതെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മെഡിക്കൽ റിഗറസ് മാത്രം നോക്കുക. അതായത് ശാസ്ത്രീയമായി സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 43ഓളം ആളുകൾക്ക് ചെറിയ രീതിയിലുള്ളൊരു സഹായം പഞ്ചായത്ത് നൽകി വരുന്നുണ്ട്. ഒരു മാസം ആശംസകളും ആദ്യമായി നേരുന്നു. ആദ്യമായി ഡോക്ടർ പറഞ്ഞ പ്രകാരം ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മാത്രം 40 രോഗികളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഇതിന് വരാതിരിക്കാനുള്ളൊരു കാരണം? ആ പുറത്ത് തടങ്ങേണ്ട അത് നമ്മുടെ തൊട്ടടുത്ത ഈ പരിപാടി ഉദ്ഘാടന പരിപാടി തൊട്ടടുത്ത പോവുകയാണ്. നമ്മുടെ മഹത്തായ ഒരു മനുഷ്യൻ തൻ്റെ സഹോദരന് വേണ്ടി എന്ത് സേവനം ചെയ്യുന്നുവോ അള്ളാഹു ആ മനുഷ്യർക്ക് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഓങ്ങല്ലൂർ പോക്കുപടി പീസ് ഹോമിലാണ്. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി സതീശ സാറ് വന്ന് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ വ്യക്തികളും നമുക്ക് വന്ന് തുറന്ന് നമുക്ക് പ്രവർത്തനത്തിൽ തന്നിരിക്കുകയാണ്.